ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഈ ചട്ടിയിലുണ്ടായിരുന്ന തക്കാളി തൈ പോയിട്ടോ, കണ്ണ് തട്ടി. ഇവിടെ ലിച്ചി മുളച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 24 തീയതിയാണ്. ലിച്ചി മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിച്ചി സീഡ് മുളക്കും എന്നുള്ളത് ഞാനിവിടെ തെളിയിച്ചു. പിന്നെ പഴയ സാധനങ്ങളാണ്, പഴയ ഡ്രമ്മ്. ഇത് ഞാൻ മേടിച്ചിരുന്നൊരു ടേബിളാണ്. 1400 റുപ്യേൻ്റെ ഒരു ടേബിളാണ്. മഴ കൊണ്ട് കേടുന്നു. മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ കേരളം എത്ര നന്നാക്കിയാലും അത് പച്ച പിടിച്ചുകൊണ്ടേയിരിക്കും. എത്ര വൃത്തിയാക്കിയാലും പുല്ല് മുളക്കും. പിന്നെയും നന്നാക്കണം. അണ്ണനെ കിട്ടാനില്ല. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ മുളക് മേടിക്കാറില്ല. ഇവിടെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പറമ്പിൽ കറിനാരൻ മുളക് എന്ന് പറഞ്ഞിട്ടൊരു മുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറേ വർഷമായി ഈ ഒരു മുളക് ഇവിടെ ഉണ്ടായിട്ട്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ ഇതിമത്തെ മുളക് എടുക്കാറില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ ഈ മുളക് ഉപയോഗിക്കുന്നത്. കടയിൽ നിന്ന് മുളക് ഞാൻ കൊണ്ടെത്തിക്കാറില്ല. കൊണ്ടുവരലുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ് മേടിപ്പിക്കാറില്ല. ഇപ്പം ഞാൻ ഈ മുളകാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ മുളക് നുള്ളാൻ വേണ്ടി വന്നതാണ്. കണ്ടോ, ഇതാണ് കറിനാരൻ മുളക്, തെളിച്ച മുളക് എന്നൊക്കെ പറയും. ചാമ്പക്കത്തൈയാണ്. പിന്നെ അവിടെ ചേമ്പുണ്ട്, പിന്നെ കപ്പുണ്ട്, പിന്നെ എന്താ പറയുക, നാവലിൻ്റെ തൈയുണ്ട്, വാഴയുണ്ട്. എന്നൊക്കെ പിന്നെ വിശേഷങ്ങൾ പറയാം. ഇന്നും വെയിലാന്ന് കരുതി പുറത്ത് ഞാൻ ഡ്രസ്സ് ഉണക്കാറില്ല. ഇപ്പോൾ മുസല്ലിയും ബെഡ്ഷീറ്റും ആയതുകൊണ്ട് പുറത്തിട്ടതാണ്. വെയിലാന്ന് കരുതി ഇട്ടതാണ്. അപ്പോൾ മഴ വരുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ എടുത്ത് വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അതിന് പെട്ടെന്ന് മുളക് നുള്ളാം. ഇതാണ് കറിനാരൻ മുളക്. ഉണ്ടല്ലേ, കറിക്കും ചമ്മന്തിക്കും മീനിക്കൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ മുളക് ഉണ്ടായതുകൊണ്ട് പുറത്തുനിന്ന് മുളക് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നുള്ളിക്കഴിഞ്ഞാൽ ഈ ഒരാഴ്ചക്കുള്ള മുളകാണ് ഞാനിപ്പോൾ നുള്ളിയെടുക്കുന്നത്. ഒരാഴ്ചക്കുള്ള മുളക് നിമ്മലുണ്ട്. ഇത് നുള്ളിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്കുള്ള മുളക് വീണ്ടും ഉണ്ടാവും. അപ്പോൾ മുളകിൻ്റെ പൈസ നമുക്ക് ലാഭിക്കും. നല്ല മുളകാണ്. ഏത് മുളകായാലും എരിവുണ്ടായാൽ പോരെ, കറിയായാലും ഉപ്പേരിയായാലും. ഒരാഴ്ചക്കുള്ള മുളക് ഞാൻ നുള്ളിയെടുക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെ വീട്ടിൽ ഇതേമാതിരി മുളകൊക്കെ ഉണ്ടോ? ഇവിടെ ചീരാമുളകും ഉണ്ട്, ഈ കറിനാരൻ മുളകും ഉണ്ട്. ഇപ്പോൾ രണ്ടും നുള്ളാറുണ്ട്. ചീരാമുളക് പിന്നെ അധികം മീനിക്ക്, ഫിഷ് വറ്റിക്കുന്നതിൽക്കൊക്കെയാണ് ഇടാറ്. പിന്നിപ്പോൾ ഞങ്ങൾ 4 പേരാണ്. ഞാനും മോളും ഹസ്ബൻഡും മദറിൻലോ. ഞങ്ങൾ 4 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. മുളകുണ്ട്, ചേമ്പുണ്ട്, മുരിങ്ങയുണ്ട്, പിന്നെ ചയമൻസ, ചീരണ്ട്. എല്ലാ മാസവും ഓരോ കൊല പഴം കിട്ടും, മൈസൂർ പഴം. അപ്പോൾ അത് വെച്ചിട്ട് കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും. ഇപ്പം ഞാൻ കുറച്ച് ഇത്രയും മുളക് നുള്ളിയിട്ടുണ്ട്.
ഒരാഴ്ചക്കുള്ള മുളക് ഇതിന്മേലുണ്ട്. ഇത് നുള്ളി കഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്കുള്ള മുളക് വേറെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബൈ. കറിനാരൻ മുളകിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ മുളകുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.